ഇന്ന് 6 മണിയായപ്പോഴും ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദിമോനും കുളിച്ച് റെഡി ആയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഒരു ബഹളവും ഉണ്ടായിരുന്നില്ല. മുടി വെട്ടിയതിന് ശേഷം ഹെൽമെറ്റ് ഇട്ട് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ്, മുടിയെല്ലാം ഫ്രണ്ടിൽ വന്നിരിക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ചെന്നു. പുതിയടത്ത് കായംകുളം പുതിയടത്താണ് പോയത്. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. തിരക്ക് മാത്രമല്ല, നമ്മൾ അകത്തോട്ട് അമ്പലത്തിൽ കയറ്റി വിടുന്നത് ക്യൂ നിർത്തിയിട്ടാണ്. അങ്ങനെ ചേട്ടന് രാവിലെ ജോലിക്ക് പോകണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ക്യൂ ഒന്നും നിൽക്കാൻ നിന്നില്ല. അകത്ത് കയറി തൊഴുതിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അകത്തോട്ട് അങ്ങ് കയറി. പിന്നെ അവിടം വരെ ചെന്നിട്ട് എങ്ങനെ ഭഗവാനെ കാണാതെ വരുന്നത് എന്ന് വെച്ചാൽ ഞാനും കുഞ്ഞുമായിട്ട് അകത്ത് കയറി, ക്യൂ ഒന്നും ഇല്ലാതെ അകത്ത് കയറി തൊഴുത് കൈനീട്ടവും അവിടെ നിന്ന് ലഡുവും കൊടുക്കുന്നതും വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോൾ ദോശയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ. ഞാൻ പിന്നെ ഒരു കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് മീൻകറിയൊക്കെ അങ്ങ് ചൂടാക്കാൻ വെച്ച്. ചേട്ടനാണെങ്കിൽ ദോശയും കഴിച്ചിട്ട് ജോലിക്കും പോയി. പയറൊക്കെ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. മീനും അരപ്പ് വരട്ടി രാത്രി തന്നെ വെച്ചിരുന്നതാണ്. കുഞ്ഞിന് കഴിക്കാനായിട്ട് ദോശ എടുത്തുകൊണ്ട് കൊടുത്ത്. ആദ്യമേ കുറച്ച് ഞാൻ പിച്ചി ഇട്ട് കൊടുത്ത്. അവൻ തന്നെ തിന്നുന്നുണ്ടായിരുന്നു. അവൻ തിന്നുന്ന സമയത്തേക്ക് ഞാനാണെങ്കിൽ തത്തയ്ക്ക് ദോശ കൊണ്ട് കൊടുക്കാൻ പോയി. അവളും വിശന്നിരിക്കുമായിരുന്നു. അവൾക്ക് കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ ആദ്യക്ക് വാരി കൊടുത്ത്. അവൻ്റെ വയറ് നിറച്ചിട്ട് പിന്നെ നമുക്ക് അടുക്കളയിൽ സമാധാനം നിന്ന് ജോലി ചെയ്യാമല്ലോ. തത്തയും വിശന്നിരുന്നുകൊണ്ട് അവൾക്ക് കൂടെ കൊണ്ട് കൊടുത്തപ്പോഴേ അവളങ്ങ് തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ അടുക്കളയിൽ ചെന്നിട്ട് പയറങ്ങ് പുഴുങ്ങാൻ വെച്ച് മോരും കാച്ചി. കലത്തിലാണ് കേട്ടോ മോര് കാച്ചുന്നത്. 2 ദിവസത്തേക്ക് നമ്മളെടുക്കും. അത് കഴിഞ്ഞ് മീൻ വറക്കാനായിട്ട് അങ്ങ് വെച്ച്. മീനകത്തൊരു കുറവ് ആകെ ഉണ്ടായിരുന്നത് കറിവേപ്പിലയുടെ കുറവാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അഭിഷേകമായിരിക്കും. ഇന്നലെ തന്നെ അരപ്പൊക്കെ പുരട്ടി വെച്ചതുകൊണ്ട് എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തേങ്ങ തിരുങ്ങി തോരനുള്ള അരപ്പ് റെഡിയാക്കി. ആദ്യം അരപ്പൊന്ന് ചൂടാക്കിയിട്ടുണ്ട്, പയറൊക്കെ തട്ടിയിട്ടത്. അങ്ങനെ നമ്മുടെ തോരനും ഇവിടെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് മീനൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എൻ്റെ പാചക പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഇവിടെ കളിപ്പാട്ടങ്ങളെല്ലാം നിരത്തിയിട്ടുണ്ട്. അതും പോലെ തന്നെ തുണിയെല്ലാം പറക്കി ദൂരെ ദൂരെ എറിയുമായിരുന്നു. പിന്നെ അച്ഛനതെല്ലാം പറക്കി വെക്കുന്നുണ്ട്. ആ കലാപരിപാടിയാണ് നടക്കട്ടെ. ഞാനങ്ങ് കാപ്പി കുടിക്കാനായിട്ടിരുന്നു. ഞാനങ്ങനെ ഒരു ദോശയും ചുട്ട് വീണ്ടും ഒരു കട്ടനും ഇട്ടുകൊണ്ട് വന്ന് കാപ്പി കുടിക്കാനായിട്ട് അങ്ങ് ഇരുന്നിട്ടുണ്ട്. എൻ്റെ കാപ്പി കുടിയും കൂടെ കഴിയുമ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടികളെല്ലാം കഴിയും, ജോലിയെല്ലാം കഴിഞ്ഞിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വിഷു. ടാറ്റാ ബൈ ബൈ.